Hi guys, I'm C. Appu Gopinath, faculty here at Logic for Indirect Tax. ഇന്ന് നമ്മൾ CA ഇന്റർ മെയ് 2024 ഇൻഡയറക്ട് ടാക്സ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ICA റിലീസ് ചെയ്തിട്ടുള്ള RTP നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RTPയിലുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസേഴ്സിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുക, ആ പ്രൊവിഷൻസ് ഏതൊക്കെയാണ് അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി RTP നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു റിവിഷൻ ആയിട്ട് എടുക്കാം. വളരെ പെട്ടെന്ന് നമ്മൾ പ്രൊവിഷൻസ് ഓരോന്നും എങ്ങനെ എത്തിയെന്ന് പറയുന്നു. ഇനി അല്ല നിങ്ങൾ RTP ഇപ്പം നോക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് RTP അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് എ മച്ച് ബെറ്റർ ഐഡിയ. ബിക്കോസ് അഗെയിൻ വി ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് ഏതൊക്കെ പ്രൊവിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ യു ഫോർ എ ക്വിക്ക് റിവിഷൻ ആസ് വെൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഈ RTPയിലുള്ളതാവണം എന്നില്ല. നിങ്ങൾക്ക് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾറൈറ്റ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓൾറൈറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, ഒരു കേസ് അനാലിസിസ് പ്ലസ് അതിൻ്റെ കുറച്ച് MCQs ആണ്. അപ്പൊ നമുക്ക് ആ കേസ് ഒന്ന് ആദ്യം വായിച്ചു പോകാം. ഓക്കെ, അപ്പൊ കേസ് വായിച്ചു പോകുന്ന സമയത്ത് തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് പോകാം. അപ്പൊ പിന്നീട് നമുക്ക് MCQs ആൻസർ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സോ ABC Limited has its manufacturing unit in the state of Rajasthan. Further, it has ancillary units in the state of Madhya Pradesh, Gujarat, and is registered in each states. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇവരുടെ മെയിൻ യൂണിറ്റ് രാജസ്ഥാനിലാണ്. ഇത് കൂടാതെ ഇവർക്ക് മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ഉണ്ട്. അവിടെയൊക്കെ ഇവർ രജിസ്റ്റേർഡ് ആണ്. മോർ ഓവർ ABC Limited ഓൺസ് ആൻഡ് ഓപ്പറേറ്റ്സ് എ ഹോട്ടൽ ഇൻ ഉദയ്പൂർ, രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിൽ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞ സ്ഥലമാണ്, പുതിയ സ്ഥലമല്ല. അവിടെ ഇവർക്കൊരു ഹോട്ടലും കൂടെ ഉണ്ട്. ഓക്കെ, ഇൻ അഡീഷൻ ടു ദ aforesaid, ABC Limited owns a commercial space which is rented out to a registered person at the monthly rent of ₹50,000. അപ്പോൾ 50,000 രൂപയ്ക്ക് ഇവരൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് റെന്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് റെന്റിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കാണ് കണ്ടിരിക്കുന്നത്? നമ്മളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു പ്രൊവിഷനിലും കണ്ടിട്ടില്ല. ദാറ്റ് ബേസിക്കലി ടാക്സബിൾ സപ്ലൈ. മാത്രമല്ല ഇത് അവരുടെ ഔട്ട്പുട്ട് സപ്ലൈ ആണ്. ഓക്കെ, ഔട്ട്പുട്ട് സപ്ലൈ ആണ്, ഇറ്റ്സ് എ ടാക്സബിൾ സപ്ലൈ. The maintenance of the premises is the responsibility of ABC Limited. In pursuance of the same, during the month of April, ABC Limited incurred certain expenses on the purchase of maintenance-related materials. The said expenses are recoverable from the tenant along with the invoice issued for the rent. Okay, so അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവര് ഈ പറയുന്ന ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ചില എക്സ്പെൻസുകൾ കസ്റ്റമേഴ്സിനെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനെ കളക്ട് ചെയ്യുന്നത് ഇസ് ആക്ച്വലി എക്സസ്, അതായത് ഓൾറെഡി ഉള്ള മന്ത്ലി റെന്റിനേക്കാൾ മുകളിലാണ് അത് കളക്ട് ചെയ്യുന്നത്. മാത്രമല്ല അത് ഇൻവോയ്സിൽ സെപ്പറേറ്റ്ലി അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ടാക്സ് റേറ്റ് 5% ആണ്. അല്ലെ, ദ റേറ്റ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ഓൺ ദ മെറ്റീരിയൽ യൂസ് ഓഫ് മെയിൻ്റനൻസ് വാസ് 5%. പക്ഷേ നമുക്കിത് അനലൈസ് ചെയ്താൽ മനസ്സിലാവും, ദിസ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് എൻ ഇൻസിഡന്റൽ എക്സ്പെൻസ്. സെക്ഷൻ 15 സബ്സെക്ഷൻ 2 ക്ലോസ് C വാല്യൂ ഓഫ് സപ്ലൈയിലെ ഇൻസിഡന്റൽ എക്സ്പെൻസ് ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എക്സ്ട്രാ നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ മെയിൻ സപ്ലൈയുടെ ഒരു ഇൻസിഡന്റൽ എക്സ്പെൻസ് മാത്രമായതുകൊണ്ട് അത് മെയിൻ സപ്ലൈയുടെ വാല്യൂവിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാം. എന്നിട്ട് മെയിൻ സപ്ലൈയുടെ റേറ്റ് ആയിരിക്കും അതിന് വരിക. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് ദ പ്രിൻസിപ്പൽ സപ്ലൈ ബീയിങ് റെന്റിംഗ് ഓഫ് ദ പ്രോപ്പർട്ടി. ഓൾറൈറ്റ്, ഫൈൻ. അതാണ് അവിടുത്തെ ഒരു അനാലിസിസ്. ഇനി ഡ്യൂറിംഗ് ദ ഇയർ ABC Limited agreed to provide the hotel to Mr. X for a business conference to be held at Udaipur. ആയിക്കോട്ടെ, Mr. X is an unregistered person residing in Maharashtra. So this is also basically an output supply. ഇതും ഒരു ഔട്ട്പുട്ട് സപ്ലൈ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അത് മാർക്ക് ചെയ്ത് പോകുന്നത് നമ്മുടെ താഴെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ us, നമുക്ക് മുകളിൽ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവാനായിട്ട്. അതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഹോട്ടൽ കോൺഫറൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇതൊരു ഔട്ട്പുട്ട് സപ്ലൈ ആണ്. Mr. X is an unregistered person residing in Maharashtra. അപ്പോൾ താഴെ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് പ്ലേസ് ഓഫ് സപ്ലൈയിലേക്കായിരിക്കും മിക്കവാറും പോകുന്നത്. അതുകൊണ്ടാണ് ആ ഇൻഫർമേഷൻ ഒക്കെ തന്നിരിക്കുന്നത്. ലെറ്റ്സ് അനലൈസ്. ABC Limited made a supply of machinery in the month of June. Details of which are as follows. Basic price of the machine before TCS under Income Tax Act 1961 is ₹45,000. അതായത് അവർ പറയുന്നത് അവരൊരു മെഷീൻ വിറ്റിട്ടുണ്ട്.
ആ മെഷീൻ്റെ ബേസിക് പ്രൈസ് 45,000 ആണ്, വിച്ച് മീൻസ് ഇറ്റ്സ് ഇസ് ട്രാൻസാക്ഷൻ വാല്യൂ അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. 45,000 ഉണ്ട്, TCS മുമ്പുള്ള പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ ഇതും അവരുടെ ഔട്ട്പുട്ട് സപ്ലൈ ആണ്. ഓക്കെ, ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 2500. അപ്പൊ TCS എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ GSTയിൽ പഠിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. എവിടെയാണ്? 15 subsection 2 clause A. Section 15 talks about value of supply. 15 subsection 2 talks about additions to value of supply. അപ്പോൾ ഈ 15 subsection 2 നമ്മൾ കണ്ടിട്ടുണ്ട്, അതും subsection 2 clause A നമ്മൾ കണ്ടിട്ടുണ്ട്. Any tax other than GST must be added to value of supply. പക്ഷെ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ആഡ് ചെയ്യാൻ പാടില്ല? TCS ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു സർക്കുലർ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ സർക്കുലറിന്റെ ബേസിസിൽ നിങ്ങളിപ്പോൾ എൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ 15(2)യുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ICയുടെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെയും കൊടുത്തിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, അപ്പോൾ അവിടെ 15 subsection 2 clause അതിൽ പറഞ്ഞിട്ടുണ്ട് TCS ആഡ് ചെയ്യേണ്ട. അതുകൊണ്ട് ഇത് ആക്ച്വലി വാല്യൂ ഓഫ് സപ്ലൈയിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. It received subsidy of rupees 3,500 from Green Foundation Private Limited for the usage of green energy, and subsidy was linked to the units of energy saved and not affected machinery. Interesting point. ഈ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നമ്മൾ പഠിക്കുന്നത്? 15 subsection 2 clause E. 15(2)E. ഇത് 15(2)A ആയിരുന്നു, ഇത് E. അപ്പൊ 15 subsection 2 clause E നമ്മൾ പറയുന്നുണ്ട്, any subsidy linked to price must be added to value of supply. പ്രൈസ് ലിങ്ക്ഡ് സപ്ലൈ വാല്യൂയിലേക്ക് ആഡ് ചെയ്യണമെന്നാണ് 15 subsection 2 clause E പറയുന്നത്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഗവൺമെന്റ് കഴിഞ്ഞിട്ട് സബ്സിഡി ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതൊരു കൺസിഡറേഷൻ അല്ല. 2 clause 31 കൺസിഡറേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊരു കൺസിഡറേഷൻ അല്ല. മാത്രമല്ല നമ്മളിവിടെ സബ്സിഡി പഠിക്കുമ്പോഴും അത് അനലൈസ് ചെയ്യുന്നുണ്ട്, അത് ആഡ് ചെയ്യണം. അപ്പോൾ എനിവേ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഗ്രീൻ ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്നായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സബ്സിഡി എന്ന് ആലോചിച്ച് നമ്മൾ പോകണ്ട. പക്ഷെ എന്നിരുന്നാലും ഈ സബ്സിഡി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് കാരണം? അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സിഡി ഈസ് നോട്ട് ലിങ്ക് ടു ദ പ്രൈസ്, ഇറ്റ് വാസ് ലിങ്ക് ടു ദ യൂണിറ്റ്സ് ഓഫ് എനർജി സേവ്ഡ് ആൻഡ് നോട്ട് ടു ദ മെഷീനറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ദിസ് സബ്സിഡി ഓൾസോ വിൽ നോട്ട് ബി കൺസിഡർഡ് ബൈ us for computing the value of supply. All right. In addition to the aforesaid transaction, ABC Limited spent an amount of rupees 5 lakh on procurement of certain goods which were distributed as a part of the CSR expenditure required under provisions of Companies Act. അപ്പോൾ CSR ഈ ടോപ്പിക് നമ്മൾ എവിടെയാണ് GSTയിൽ പഠിക്കുന്നത്? ITC 17 subsection 5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് ഗുഡോ സർവീസോ ആയിക്കോട്ടെ, അതിന്റെ ഒന്നും ITC നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. During the scrutiny proceeding in the state of Gujarat, the jurisdictional GST officer asked ABC Limited to submit the copy of audited financial statements for Gujarat and was of the view that ABC Limited is required to get his accounts audited by a chartered accountant separately under GST law. നിങ്ങൾക്ക് CA ഇന്ററിന്റെ പുതിയ സിലബസിൽ പഠിക്കാനുള്ള ഒരു പുതിയ ചാപ്റ്ററാണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അവിടെ സെക്ഷൻ 35ഉം 36ഉം നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ GST ലോയുടെ കീഴിലുള്ള സെപ്പറേറ്റ് ഓഡിറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, ആ പണ്ടുണ്ടായിരുന്നു. ആഫ്റ്റർ അമെൻമെന്റ് അങ്ങനെ ഒരു സെപ്പറേറ്റ് GST ഓഡിറ്റ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇല്ല. അതില്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആക്ടിവിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി. ബട്ട് ലെറ്റ്സ് സീ. ഓക്കെ, all the above amounts are exclusive of GST wherever applicable. The rate of GST on all inward and outward supplies is 18% unless otherwise mentioned. അപ്പോൾ എല്ലാം 18% ആണ്. Assume there is no other outward or inward transaction. Based on the facts of the case, choose the most appropriate answer. നമുക്ക് നോക്കാം, one by one questions നമുക്ക് നോക്കാം. Okay. For the transaction related to renting of commercial space, what would be the rate of tax charged by ABC Limited? അപ്പോൾ നമ്മൾ നേരത്തെ കൊമേഴ്ഷ്യൽ ടാക്സ്, കൊമേഴ്ഷ്യൽ സ്പേസിന്റെ റെന്റിനെ പറ്റിയിട്ട് ഇവിടെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ, അത് വായിച്ചപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എക്സ്ട്രാ ഒരു 5% ഉണ്ടെങ്കിൽ തന്നെയും ഇതിന് കൊടുക്കുന്നത് 18% ആണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഇതിന്റെ റേറ്റ്. ബിക്കോസ് ഇറ്റ്സ് എൻ ഇൻസിഡന്റൽ എക്സ്പെൻസ്, മോർ ഓവർ ഇറ്റ്സ് എ കോമ്പോസിറ്റ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ പ്രിൻസിപ്പൽ സപ്ലൈ ടാക്സ് റേറ്റ് അല്ലേ വരിക? യെസ്. സോ നമുക്ക് ആൻസർ നോക്കാം. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ദ GST ഓൺ റെന്റ് and maintenance material related recovery shall be 18%. Then 18 മെറ്റീരിയലിന് 5ഉം പിന്നെ ഒരു നോ GST ഉണ്ട്, രണ്ടിന് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. So the answer is going to be A.
Okay, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. A. Clear. All right. Now let's move to the next question. Question number 2. Compute the value of supply under section 15 of CGST Act 2017 made by ABC Limited in the month of June. Okay. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് നമ്മളൊരു മെഷീനറി സെല് ചെയ്തിട്ടില്ലേ, അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പ്രൊവിഷൻസ് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. ഇവിടെ ഓപ്ഷൻസ് ഇവർ 45, 47, 500, 48, 500, 51,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളത് അനലൈസ് ചെയ്തപ്പോൾ, അതായത് ഇവിടെയാണ് അനാലിസിസ് വരുന്നത്. ഇവിടെയും ഇവിടെയും അവിടെ നമ്മൾ പറഞ്ഞിരുന്നു 45,000-നാണ് മെഷീൻ വിറ്റിരിക്കുന്നത്. ആ വിറ്റിരിക്കുന്ന മെഷീനിന്റെ TCS നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ സബ്സിഡി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചിട്ട് വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണ്? 45,000 വാല്യൂ ഓഫ് സപ്ലൈ. So the answer is going to be A, 45,000 rupees. All right, fine. Sure. Let's move to the next question. Question number 3. With respect to the hotel accommodation service provided to Mr. X, GST payable by ABC Limited is. Okay. Anyway, hotel accommodation taxable ആണ്, അതിന് എക്സംഷൻ ഒന്നുമില്ല. അപ്പോൾ ബി അല്ല, എന്തായാലും ബി അവർ പറഞ്ഞ് നില്ലാണ്. GST ഓൺ അക്കോമഡേഷൻ സർവീസ് പ്രൊവൈഡ് ടു ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് എക്സംപ്റ്റ്, അങ്ങനെ എക്സംഷൻ ഒന്നുമില്ല, ടാക്സബിൾ ആണ്. ഇനി അവരടുത്ത് എ പറഞ്ഞത് റിവേഴ്സ് ചാർജ് ആണെന്നാണ്. അല്ല, റിവേഴ്സ് ചാർജ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആകും എവിടെ? നമ്മൾ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് റെന്റിന് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ RCM അപ്ലിക്കബിൾ ആണ്. ഇവിടെ അതൊന്നും അല്ല വിഷയം. അപ്പോൾ RCMന്റെ കേസും അല്ല. ഓക്കെ, ഇനിയുള്ള രണ്ട് കേസ് നമുക്ക് നോക്കാം, സിയും ഡിയും. ഇൻ ദ നേച്ചർ ഓഫ് CGST ആൻഡ് SGST, ഇൻ ദ നേച്ചർ ഓഫ് IGST. അപ്പൊ ടാക്സബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും റേറ്റ് ആണ് വരിക, അല്ലെ, ഈ ഏതെങ്കിലും ടാക്സ് ആണ് വരിക. ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈയുടെ പ്രൊവിഷൻസ് ഉപയോഗിക്കണം. അപ്പൊ നമുക്കറിയാം CA ഇന്ററിന്റെ പുതിയ സിലബസിലുള്ള ഒരു പുതിയ ടോപ്പിക്കാണ് പ്ലേസ് ഓഫ് സപ്ലൈ. IGST ആക്ടിലെ സെക്ഷൻ 10 and 12 അതാണ് നമ്മൾ ബേസിക്കലി അവിടെ പഠിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അക്കോമഡേഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ സർവീസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 12 സബ്സെക്ഷൻ 3 ആണ്. ഓൾറൈറ്റ്, എന്താണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ? ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് സച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇന്ത്യയുടെ പുറത്താണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ ഒരു ഏരിയ നമുക്കൊന്ന് എടുക്കാം. ഇതാണ്. During the year, ABC Limited agreed to provide hotel to Mr. X for a business conference to be held at Udaipur. അല്ലെ, ഫൈൻ. അപ്പോൾ മിസ്റ്റർ എക്സിന് കൊടുത്ത ഹോട്ടൽ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരി, കോൺഫറൻസ് വേണ്ടി കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഈ പ്രോപ്പർട്ടി എവിടെയാണ്? പ്രോപ്പർട്ടി ഉദയ്പൂരിലാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ തുടക്കം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഓൾറെഡി നിൽക്കുന്നത് രാജസ്ഥാനിലാണ്, ഈ ഹോട്ടൽ നിൽക്കുന്നതും രാജസ്ഥാനിലാണ്. അപ്പൊ സപ്ലയർ ഈസ് ഇൻ രാജസ്ഥാൻ, പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഓൾസോ ഇൻ രാജസ്ഥാൻ. എങ്ങനെ പ്ലേസ് സപ്ലൈ രാജസ്ഥാൻ ആയത്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നിൽക്കുന്ന രാജസ്ഥാനിലായതുകൊണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ രാജസ്ഥാനായി. അപ്പോൾ ഇഫ് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഈസ് ഇൻ രാജസ്ഥാൻ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഓൾസോ ഇൻ രാജസ്ഥാൻ, it will be an intra-state supply. And in the case of intra-state supply, the tax charge will be CGST and SGST. Therefore, the question answer, it's going to be C, in the nature of CGST and SGST. All right, fine, clear. CGST and SGST. Let's move to the next question. Question number 4. Which of the following options is correct with regard to availability of ITC to ABC Limited in respect of GST paid on procurement of goods meant for the purpose of CSR activity? നമ്മളത് എടുക്കുമ്പോൾ തന്നെ സംസാരിച്ചായിരുന്നു, അത് ബ്ലോക്ക്ഡ് ആണ്, ITC അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, the amount of ITC related to such procurement of goods is not available. That should be the correct option. Anyway, നമുക്ക് ബാക്കി ഒന്ന് വായിച്ചു നോക്കാം. B, the amount of ITC related to such procurement is available to ABC. Of course, not available. പിന്നെ the amount of ITC is only to the extent of 50%. No, അങ്ങനത്തെ പ്രൊവിഷൻ ഒന്നുമില്ല. The amount of ITC shall be available to the registered person to whom such goods are distributed under CSR activity. Again, അതുമല്ല. So the answer is going to be A. Okay. Now let's move to the fifth question. Which of the following options is correct with regard to the advice given by GST officer in respect of audit of accounts? അപ്പോൾ നേരത്തെ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ആ ടോപ്പിക്ക് കണ്ടപ്പോൾ നമ്മൾ സംസാരിച്ചു, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല, ഓഡിറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ നോക്കിയേ, എ,
there is no requirement of separate audit of the financial statement from the perspective of GST provisions. That should be the correct answer. Only only reconciliation statement shall be audited. No. The annual return as well as reconciliation statement shall be audited. No. Separate audit of financial statements at each state level is required. No. But the answer is going to be A. Okay. Let's move to the next question. Question number 6. Okay. Mrs. Q-Tanco, a partnership firm. So I hope that you question already on the വായിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് pause ചെയ്തിട്ട് question ഒന്ന് വായിച്ചോളൂ. Okay. So നമുക്ക് അതിനൊരു കൃത്യമായിട്ട് ഐഡിയ കിട്ടാനായിട്ട് ഒന്ന് pause ചെയ്ത് വായിക്കാൻ നല്ലതായിരിക്കും. Okay. Fine. Anyway, നമുക്ക് start ചെയ്യാം. Mrs. Q-Tanco, a partnership firm, registered supplier under GST in Bangalore, Karnataka, has provided the following information for the month of October 2023. അപ്പോൾ നമുക്ക് 1 by 1 കേസ് എടുത്ത് നോക്കാം. ഇതിൽ ഓരോന്നും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇവർ ചോദിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ട് ദ നെറ്റ് GST പേയബിൾ ഇൻ ക്യാഷ്. ദിസ് ഇസ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ ആസ് ഫോർ CA ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ സമയത്ത് ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് 3 പാർട്ട് ഉണ്ടാവും. ആദ്യത്തെ പാർട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. അപ്പൊ നമ്മൾ ഈ ബിസിനസിന്റെ സെയിൽസ് എന്തൊക്കെയാണ്, അവരുടെ ഔട്ട്പുട്ട് സപ്ലൈ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പൊ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നിടത്താണ് നമ്മൾ ഇൻപുട്ട് സപ്ലൈസ് എല്ലാം അനലൈസ് ചെയ്തിട്ട് എത്രത്തോളം ITC കിട്ടുന്നു കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് നെറ്റ് GST പേയബിൾ ഇൻ ക്യാഷ്. അത് ഓഫ് കോഴ്സ് നമ്മൾ ഈ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ITC സെറ്റ് ഓഫ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അതിനുള്ള റൂൾ ഉണ്ടല്ലോ, IGST ആദ്യം IGST എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റൂൾ പഠിക്കുന്നില്ലേ, ആ റൂൾ ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം. ഓൾറൈറ്റ്, ഫൈൻ. അപ്പൊ ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ഉദ്ദേശം ഈച്ച് ആൻഡ് എവരി പോയിന്റിന്റെ അപ്രോച്ച് എന്താണെന്നുള്ളതാണ്. അതിന്റെ ഫൈനൽ ആൻസറും കാര്യമൊക്കെ ഓഫ് കോഴ്സ് നിങ്ങളുടെ RTP തന്നെയുണ്ട്, അവിടെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് അനലൈസ് ദിസ് ക്വസ്റ്റ്യൻ. Mrs. Q-Tanco, a partnership firm registered supplier under GST in Bengaluru, Karnataka state, has provided the following information for the month of October 2023. Intrastate taxable supply of direct selling agent to a public sector bank. Okay, 2,50,000 rupees ആണ് വാല്യൂ. ഈ ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? നമ്മൾ ആക്ച്വലി പഠിച്ചിരിക്കുന്നത് നമ്മുടെ 9 സബ്സെക്ഷൻ 3 റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഓക്കെ, അവിടെ നോട്ടിഫിക്കേഷൻ 13/2017 കുറെ അധികം സർവീസുകൾ RCM-ൽ നോട്ടിഫൈഡ് ആണ്. അതിലൊരു പെർട്ടിക്കുലർ സർവീസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഡയറക്ട് സെല്ലിംഗ് ഏജന്റ്. ആൻഡ് അത് പഠിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇൻഡിവിജ്വൽ ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് ബാങ്കിങ് കമ്പനിക്ക് കൊടുക്കുന്ന സിറ്റുവേഷനിലാണ് അവിടെ റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ ആവുന്നത്. ഇൻഡിവിജ്വൽ അല്ലാതെ സപ്ലയർ ഒരു കമ്പനിയോ പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ LLP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ്. ഓക്കെ, അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ് ബിക്കോസ് അവർ സപ്ലയർ ഇസ് എ പാർട്ട്ണർഷിപ്പ് ഫേം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ്. അപ്പൊ ഈ പറയുന്ന 2,50,000 അത് ഇൻട്രാസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് ഓൾറൈറ്റ് ഒരു GST എടുത്ത് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ 9%. അപ്പൊ ഈ 2,50,000-ന്റെ 9% വെച്ചിട്ട് നിങ്ങൾ CGST SGST കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഫൈൻ. അപ്പോ നിങ്ങൾക്ക് CGST 22,500 ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടാവും, SGST 22,500 ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടാവും. ഓക്കെ, ദിസ് ഇസ് റിലേറ്റഡ് ടു ഔട്ട്പുട്ട് ടാക്സ് ട്ടോ. ഞാൻ ഇതിന്റെ ആൻസറിന്റെ ഡീറ്റെയിൽ സ്റ്റെപ്സ് ഇവിടെ കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് നമുക്കറിയാലോ, ഈ RTPയുടെ ലാസ്റ്റിന്റെ ആൻസർ കിടക്കുന്നുണ്ട്, അവിടെ നോക്കിയാൽ മതി. വി ആർ ജസ്റ്റ് അനലൈസിങ്. ഓക്കെ, ഫൈൻ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സർവീസസ് പ്രൊവൈഡഡ് ടു എ ഗവൺമെന്റൽ അതോറിറ്റി ബൈ വേ ഓഫ് സാനിറ്റേഷൻ കൺസർവൻസി. ഇതൊരു അമെൻമെന്റ് ആണ്. ഇത് നോട്ടിഫിക്കേഷൻ 12/2017 എക്സംഷൻസിലേക്ക് വന്നിട്ട് ഒരു പുതിയ എൻട്രി ആണത്. ആൻഡ് ദിസ് സർവീസ് ഈസ് ദെയർഫോർ exempted. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പുള്ള ഞാൻ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ആ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ICAയുടെ സ്റ്റാറ്റ്യൂട്ട് അപ്ഡേറ്റ് നോക്കുക. ഇതൊരു സ്പെസിഫിക് അമെന്റ്മെന്റിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ആക്ടിവിറ്റി ഈസ് ആക്ച്വലി എക്സെപ്റ്റഡ്. അപ്പൊ ഇതിന് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ഒന്നും ഇല്ല. ഓക്കെ, ഫൈൻ. ഇനി തേർഡ് പോയിന്റ്,
rent paid to a residential dwelling taken for running an office for providing DSA service. Owner of the residential dwelling was not registered under GST. This is an intrastate supply. എന്ന് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി റെന്റ് പെയ്ഡ് ടു എ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഇൻപുട്ട് സപ്ലൈ ആണ്. ഇത് ഔട്ട്പുട്ട് അല്ല. ഇതിന് മുമ്പ് നമ്മൾ കണ്ടത് രണ്ടും ഔട്ട്പുട്ട് ആയിരുന്നു. ഇതൊരു ഇൻപുട്ട് സപ്ലൈ ആണ്. റെന്റ് പെയ്ഡ് ടു റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ്. നൗ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗിന്റെ റെന്റിങ് നമ്മളിത് ഡീറ്റെയിൽ ഒരു അനാലിസിസ് പഠിച്ചതാണ് അല്ലെ. റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് റെന്റിന് കൊടുക്കുന്ന സമയത്ത് അത് കൊമേഴ്ഷ്യൽ പേർപ്പസിനാണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മൾ DSA സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് വാടക എടുക്കുന്നത്. അപ്പൊ അത് ടാക്സബിൾ ആണ്. ഇനി വൺസ് ടാക്സബിൾ ആണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചാർജ് എന്താണ്? ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ? അത് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചാർജും റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ചാർജും. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ചാർട്ട് വരച്ച് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ആ ചാർട്ട് കണ്ടിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് ആ ചാർട്ട് ഒന്നുകൂടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി റെന്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ അത് റെസിഡൻഷ്യൽ പേർപ്പസിനാണെന്നുണ്ടെങ്കിൽ if it's provided to an unregistered person, it is exempted. If it's provided to a registered person, it's taxable. Okay, and taxable ആയിരിക്കും ഇതിനകത്ത് ചാർജ് എന്തായിരിക്കും? It will be reverse charge. ഇത് നമ്മൾ റെസിഡൻഷ്യൽ പേർപ്പസിനാണെങ്കിൽ. നമ്മളിപ്പോൾ പഠിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് കൊമേഴ്ഷ്യൽ പേർപ്പസ് റെന്റിന് കൊടുക്കുന്നത്. കൊമേഴ്ഷ്യൽ പേർപ്പസ് റെന്റിന് കൊടുക്കുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി ടാക്സബിൾ. ഔട്ട്റൈറ്റ് ടാക്സബിൾ ആണ്. ഇനി ആര് ടാക്സ് അടയ്ക്കും? ചാർജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ റിവേഴ്സ് ചാർജും അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ഫോർവേഡ് ചാർജും. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഈ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് നമ്മൾ റെന്റിന് എടുത്തിരിക്കുന്നത് DSA സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഇത് കൊമേഴ്ഷ്യൽ പെർപ്പസിനാണെന്നായിരുന്നു നമുക്ക് മനസ്സിലായി. ആ സമയത്ത് തന്നെ റെസിപ്പിയന്റ് ഈസ് ആക്ച്വലി എ രജിസ്റ്റേർഡ് പേഴ്സൺ. നമ്മുടെ ക്യൂട്ടൻകോ ആണല്ലോ റെസിപ്പിയന്റ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി റിവേഴ്സ് ചാർജ്. അപ്പൊ RCMലായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്തുള്ള ടാക്സ് റെസിപ്പിയന്റ് ആയിട്ടുള്ള ക്യൂട്ടാൻകോ ആയിരിക്കും ഗവൺമെന്റിലേക്ക് GST അടക്കേണ്ടത്. ആ GST ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്തോളണം. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും, അതിനുശേഷം നമ്മൾ ITC കമ്പ്യൂട്ട് ചെയ്യും, അതിനുശേഷം നമ്മൾ നെറ്റ് GST കമ്പ്യൂട്ട് ചെയ്യും. സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ ഈ ഔട്ട്പുട്ട് ടാക്സിന്റെ കൂടെ RCM കൂട്ടി കാണിക്കരുത്. കാരണം RCMത്തിൽ അടയ്ക്കാനുള്ള ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് അല്ല. അത് എവിടെയാണ് കൂട്ടി കാണിക്കേണ്ടത്? അത് നിങ്ങൾ ITCയിലാണ് കൂട്ടി കാണിക്കേണ്ടത്. ബിക്കോസ് യു ക്യാൻ ക്ലെയിം ദ ITC ഫോർ ദാറ്റ്. നമ്മൾ RCMൽ എന്തെങ്കിലും എമൗണ്ട് GST അടയ്ക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലെയിം ITC. ഇനി അവിടെ മാത്രം കൂട്ടി കാണിച്ചാൽ പോരാ. അപ്പൊ ഇവിടെ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എന്തെങ്കിലും GST പേ ചെയ്യുന്നുണ്ടെങ്കിൽ ITC ക്ലെയിം ചെയ്യാം. എന്നിട്ട് ഔട്ട്പുട്ട് ടാക്സ് ITC ഒക്കെ കുറയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് നെറ്റ് GST കണ്ടുപിടിക്കുമല്ലോ. ആ നെറ്റ് GST കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ വീണ്ടും ഈ RCM പേ ചെയ്യാനുള്ള ടാക്സ് ആഡ് ചെയ്യണം. ഓക്കെ, ഫൈൻ. ഈ പ്രൊസീജിയർ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യാം. നമുക്ക് മെസ്സേജ് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ RCMൽ പേ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ അടയ്ക്കുന്ന എമൗണ്ട് ഇസ് ഓൾസോ ഗോയിങ് ടു ബി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 25,000 into 9% 2250 അല്ലെ. അപ്പൊ CGST 2250, SGST 2250. ഓർക്ക, ഇത് ITC ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് ആണ്. പ്ലസ് ലാസ്റ്റ് നമ്മൾ RCMൽ കയറ്റി അടയ്ക്കുകയും ചെയ്യണം. ആയിക്കോട്ടെ, ശരി. അടുത്തത്, purchased a car for the official purpose of managing partners of the firm for the business use. Purchased a car. So കാർ എന്ന് പറയുമ്പോൾ അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി അപ് ടു 13 ആയിരിക്കണം. അത് അസംഷനിൽ എഴുതുകയും വേണം. ഓക്കെ, കാർ എന്ന് പറഞ്ഞാൽ എന്തായാലും അങ്ങനെ വരുള്ളൂ. എങ്കിലും നമ്മൾക്ക് പ്രൊവിഷൻ അറിയാലോ. നമ്മൾ പ്രൊവിഷൻ എഴുതുന്ന സമയത്ത് മോട്ടോർ വെഹിക്കിൾ വിത്ത് എ സീറ്റിംഗ് കപ്പാസിറ്റി അപ് ടു 13% ഇൻക്ലൂഡിംഗ് ഡ്രൈവർ ഈസ് ബ്ലോക്ക്ഡ്. ഓക്കെ, അത് നമുക്കറിയാം. നമ്മൾ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെയും വേറെ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് നമ്മൾ അവൈലബിൾ ആകുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസിന് വേണ്ടിയാണെങ്കിലോ, അല്ലെങ്കിൽ ഫെർദർ സപ്ലൈക്ക് വേണ്ടിയാണെങ്കിലോ, അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്താൻ വേണ്ടിയൊക്കെയാണ് കാർ വാങ്ങിച്ചതെങ്കിൽ ITC കിട്ടും. അല്ലെങ്കിൽ ITC ബ്ലോക്ക്ഡ് ആണ്, അതുകൊണ്ട് ഈ ITC കിട്ടില്ല. ഇത് ഇൻപുട്ട് ആണ്, പക്ഷെ ഇത് ബ്ലോക്ക്ഡ് ആണ്.
ITC cannot be claimed. Now, അടുത്ത നമുക്ക് നോക്കാം ഫിഫ്ത്ത് പോയിന്റ്. Availed information technology services for their business from partners friend Mr. Allen from Melbourne, USA. Melbourne, Australia. Okay. Mr. Wo refused to take any consideration and open market value of the said service was 1,25,000. This is an interstate transaction. Okay. This is an interesting question. ഇവിടെ നമ്മൾ ഇൻഫോർമേഷൻ ടെക്നോളജി സർവീസ് അവൈൽ ചെയ്തിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് അവൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി ഇമ്പോർട്ട്. ഇതൊരു ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് ആക്ച്വലി സപ്ലൈ ആണ്, പക്ഷെ കൺസിഡറേഷൻ വേണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി. ഇവിടെ കൺസിഡറേഷൻ ഇല്ല. കൺസിഡറേഷൻ ഇല്ലെങ്കിലും സപ്ലൈ ആവോ? സപ്ലൈ ആവും. എവിടെ? 7 സബ്സെക്ഷൻ 1 ക്ലോസ് സി ഷെഡ്യൂൾ 1 പാര 4. ഞാൻ ഈ പ്രൊവിഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് സ്വയം ഇനിയിപ്പോൾ ഒന്നും കൂടെ അയ്യോ ഇത് റിവൈസ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ എവിടെ പോയി നോക്കണം എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, പാര 4. അവിടെ നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ആ ട്രാൻസാക്ഷൻ സപ്ലൈ ആവും. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒന്നല്ല, 2 കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് ഇമ്പോർട്ട് ഷുഡ് ബി ഹാപ്പനിങ് ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സെയിം പേഴ്സൺ ഔട്ട്സൈഡ് ദ കൺട്രി. ഇതാണ് കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ നമ്പർ 2 ബിസിനസ് പർപ്പസ് ആയിരിക്കണം. ഇവിടെ നമുക്കറിയാം കൺസിഡറേഷൻ ഇല്ല. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ കൺസിഡറേഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഹി റെഫ്യൂസ് ടേക്ക് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദർ ഇസ് നോ കൺസിഡറേഷൻ. അപ്പിന് സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് സപ്ലൈ ആവണമെങ്കിൽ എന്ത് വേണം? റിലേറ്റഡ് പേഴ്സൺ ആയിരിക്കണം കമ്പൽസറി ആയിട്ട്. ഓഫ് കോഴ്സ് ബിസിനസ് പർപ്പസും വേണം. അപ്പൊ ഇവിടെ ഇൻഫോർമേഷൻ ടെക്നോളജി സർവീസ് ഫോർ ദർ ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് പർപ്പസ് ഉണ്ട്, പക്ഷെ റിലേറ്റഡ് പേഴ്സൺ ആണോ? അല്ല. പാർട്ട്ണറുടെ ഫ്രണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ട്ണറുടെ ഫ്രണ്ട് ഒന്നും റിലേറ്റഡ് പേഴ്സൺ അല്ല. റിലേറ്റഡ് പേഴ്സൺ ആണോ അല്ലെ നമ്മൾ എങ്ങനെ അറിയാം? സെക്ഷൻ 15 എക്സ്പ്ലനേഷനിൽ കിടക്കുന്ന റിലേറ്റഡ് പേഴ്സൺസ് ആരൊക്കെയാണ് റിവൈസ് ചെയ്യാം. എക്സ്പ്ലനേഷൻ സെക്ഷൻ 15 നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് റിലേറ്റഡ് പേഴ്സൺസ് ആരൊക്കെയാണ്. ഇയാൾ റിലേറ്റഡ് പേഴ്സൺ അല്ല. അതുകൊണ്ട് എന്താ? ദിസ് ഈസ് നോട്ട് എ സപ്ലൈ. ദിസ് ഇസ് നോട്ട് എ സപ്ലൈ. അപ്പൊ ഇവരിവിടെ ആക്ച്വലി ഓപ്പൺ മാർക്കറ്റ് വാല്യൂ 1,25,000 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് ഈ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഒന്നും അത്ര ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് നമ്മൾ CA ഫൈനൽ ലെവലിൽ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ പഠിക്കുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എല്ലാം. എനിവേ ഇഗ്നോർ ഇറ്റ്, അതിന്റെ ആവശ്യമില്ല. ദിസ് ഇസ് നോട്ട് എ സപ്ലൈ. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത് നോക്കാം. 6th പ്രൊവിഷൻ. പ്രൊവൈഡഡ് ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ സർവീസസ് ഇൻ ബംഗളൂരു. ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ സർവീസ് നമ്മൾ എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ സെക്ഷൻ 12 സബ്സെക്ഷൻ 5. ഓക്കെ, 12 സബ്സെക്ഷൻ 5ലാണ് നമ്മളിത് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവര് പ്രൊവൈഡഡ് ടു ABC പ്രൈവറ്റ് ലിമിറ്റഡ് എ രജിസ്റ്റേർഡ് സപ്ലൈ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള 3 lakh പറയുന്നുണ്ട്. ബാബു കോൺസ് എ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ ഓഫ് രാജസ്ഥാൻ വിച്ച് വാസ് നോട്ട് രജിസ്റ്റേർഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. 1 lakh. അപ്പൊ ഇത് പഠിക്കാനും നമ്മൾ ആക്ച്വലി ഒരു ചാർട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. എന്റെ സ്റ്റുഡൻസ് ആ ചാർട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ നിങ്ങൾ മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ആ ചാർട്ട് വെച്ചൊന്ന് അനലൈസ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ സർവീസ്. ഓക്കെ, ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എഗെയിൻ ഇത് സെക്ഷൻ ഞാൻ പറഞ്ഞു 12 സബ്സെക്ഷൻ 5 ഓഫ് IGST ആക്ട് കേട്ടോ. പ്ലേസ് ഓഫ് സപ്ലൈ എല്ലാം IGST ആക്ട് ആണ്. അപ്പോൾ 12 സബ്സെക്ഷൻ 5 ഓഫ് IGST ആക്ട്. ഇഫ് ദ സപ്ലൈ ഈസ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ, the place of supply will be location of recipient. If the supply is to an unregistered person, the place of supply will be location where such services are actually performed. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ സർവീസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ആ സർവീസ് നടക്കുന്നത് ബാംഗ്ലൂരാണ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഈ സർവീസ് കിട്ടുന്ന ആർക്കാണ്? ABC പ്രൈവറ്റ് ലിമിറ്റഡ് എ രജിസ്റ്റേർഡ് സപ്ലയർ. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ, അതുകൊണ്ട് ദിസ് വിൽ ബി ഇന്റർസ്റ്റേറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അത് IGST ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ടാക്സ് വരാൻ പോകുന്നത് 18% IGST. That's going to be 54,000. Okay, fine. ഇനി ബാബു കോൺസ് എ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ ഓഫ് രാജസ്ഥാൻ വിച്ച് വാസ് നോട്ട് രജിസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ ഇവർ അൺരജിസ്റ്റേർഡ് ആണ്. അപ്പൊ നമ്മൾ ചാർട്ടിൽ എന്താ കണ്ടത്? അൺരജിസ്റ്റേർഡ് കൊടുക്കുമ്പോൾ സർവീസ് എവിടെയാണോ പെർഫോം ചെയ്തിരിക്കുന്നത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. സർവീസ് എവിടെ പെർഫോം ചെയ്തിരിക്കുന്നത്? സർവീസ് പെർഫോം ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. സപ്ലയർ എവിടെ നിൽക്കുന്നത്? സപ്ലയർ നിൽക്കുന്നത് ഓഫ് കോഴ്സ് കർണാടക ബാംഗ്ലൂരു.
അപ്പൊ രണ്ടുപേരും ബാംഗ്ലൂർ ആണ്. രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും ബാംഗ്ലൂർ ആയതുകൊണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി ഇൻട്രാസ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ എയിൽ ഞാൻ ഇൻട്രസ്റ്റ് എന്ന് പറയാൻ കാരണം റെസിപ്പിയന്റ് കേരളത്തിലായിരുന്നു. ഇപ്പൊ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് എടുക്കുന്ന സമയത്ത് അത് കേരളത്തിലേക്ക് പോയി. അപ്പൊ സപ്ലയർ ഓൾറെഡി ബാംഗ്ലൂരാണ്, പ്ലേസ് ഓഫ് സപ്ലൈ കേരളമാണ്, അതാണ് ഇൻട്രസ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ ഈ സെക്കൻഡ് എടുത്ത കേസിൽ സപ്ലയർ ബാംഗ്ലൂരാണ്, പ്ലേസ് ഓഫ് സപ്ലൈയും ബാംഗ്ലൂരാണ്, അപ്പൊ അത് ഇൻട്രാസ്റ്റേറ്റ്. അപ്പൊ നമ്മൾ 9% എടുക്കും. 18K അല്ലെ. ഇത് IGST ആയിരുന്നു. ഇവിടെ CGST 18,000, SGST 18,000 വരും. സോറി 18,000 അല്ല, 9,000. 9,000. All right, fine. ഇനി ദാറ്റ്സ് ഓൾ, ഡൺ. ഇനി വേറൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ടാക്സിനോട് ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സിനോട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി ഇൻപുട്ട് ടാക്സ് പറയാനായിട്ട് നമുക്ക് ആകെയുള്ളത് ഇതാണ്, ഈ റെന്റ് പേയ്ഡ് ഇൻപുട്ട് ടാക്സ് മാത്രമേ ഉള്ളൂ. അത് ITC എടുക്കുക, ലാസ്റ്റ് തിരിച്ച് വീണ്ടും കയറ്റി തിരിച്ചടയ്ക്കാം. ഓക്കെ, ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് ഇതുണ്ട്, ഡൺ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി അനാലിസിസ്. ഓക്കെ, ബാക്കി നിങ്ങൾ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിക്കുക. ആർട്ടിക്കിൾ തന്നിരുന്ന പ്രൊവിഷൻസും ആൻസേഴ്സ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്, അത് വെച്ച് കമ്പയർ ചെയ്യാം. Okay, so I hope this question was clear. Let's move to the next question. Question number 7. From the following information provided by Shasta Basar, determine the time of supply for the purpose of payment of GST. അപ്പോൾ വിഷയം time of supply ആണ്. That's basically CGST Act. അവിടെ നിങ്ങൾ CA ഇന്റർന് സെക്ഷൻ 12ഉം സെക്ഷൻ 13ഉം പഠിക്കുന്നുണ്ട്. 12 is time of supply of goods, 13 is time of supply of services. Okay, നമുക്ക് നോക്കാം. It issued a coupon. അപ്പൊ കൂപ്പൺ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പ്രശ്നം അല്ലെ. കൂപ്പൺ 26/2023 worth ₹2,000 redeemable against purchase of specific plastic items. This coupon was redeemed on 31/7/2023. അപ്പോ കൂപ്പൺസ്, വൗച്ചേഴ്സ്. ഓക്കെ, ഇതിപ്പോ ഗുഡ്സിന്റെ വൗച്ചർ അല്ലേ, പ്ലാസ്റ്റിക് ഐറ്റം. അപ്പോ സെക്ഷൻ 12 സബ്സെക്ഷൻ 4. ഓക്കെ, എന്താ പറയുന്നത്, സപ്ലൈ ഐഡന്റിഫയബിൾ ആണെങ്കിൽ, അതായത് ആ വൗച്ചർ ഉപയോഗിച്ച് റെഡീം ചെയ്യാൻ പറ്റുന്ന ഐറ്റം എന്താണെന്ന് നേരത്തെ കൃത്യമായിട്ട് ഐഡന്റിഫയബിൾ ആണ് എന്നുണ്ടെങ്കിൽ, എന്നാണോ വൗച്ചർ ഇഷ്യൂ ചെയ്തത്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി വൗച്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ അതിന്റെ റിഡംഷൻ എന്തുകൊണ്ടാണ്, എന്ത് വെച്ചാൽ റെഡീം ചെയ്യുന്നത് എന്നുള്ളത് ഐഡന്റിഫയബിൾ അല്ലെങ്കിൽ റെഡീം ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും അവിടുത്തെ ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്കിവിടെ ഇഫ് സപ്ലൈ ഇസ് ഐഡന്റിഫയബിൾ, ടൈം ഓഫ് സപ്ലൈ എന്താണ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ. സപ്ലൈ ഇസ് നോട്ട് ഐഡന്റിഫയബിൾ, ഡേറ്റ് ഓഫ് റിഡംഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് വാങ്ങിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പറയുന്ന വൗച്ചർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആയിരിക്കും അവിടുത്തെ ടൈം ഓഫ് സപ്ലൈ. വൗച്ചർ എന്നാൽ ഇഷ്യൂ ചെയ്തത് 26/2023. So this is going to be your answer. That's your time of supply. ഇനി അടുത്തത്, it issued coupon on 1/8/2023 worth ₹3,000 which is redeemable against purchase of any item. അപ്പൊ സപ്ലൈ ഇസ് നോട്ട് ഐഡന്റിഫയബിൾ. ആ റിഡീം ചെയ്യുമ്പോൾ എന്ത് സാധനം വാങ്ങിയെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്, എപ്പോഴാണോ ആ വൗച്ചർ റെഡീം ചെയ്യുന്നത് അപ്പോഴാണ്. ദിസ് കൂപ്പൺ വാസ് redeemed on 18/8/2023. അപ്പൊ റിഡീം ചെയ്ത ഡേറ്റ്, ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ഫൈൻ. ഇനി it received interest of ₹10,000 for the late payment from a customer on 11/11/2023 for supply of goods which was originally made on 26/2023. Okay, supply of goods. അപ്പോൾ ഇതും സെക്ഷൻ 12 ആണ്. 12 സബ്സെക്ഷൻ 6. ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി എന്തെങ്കിലും കൺസിഡറേഷൻ ഡിലേ ആയതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, if any interest, late fee, penalty is collected by the supplier due to delay in payment of consideration, the value of supply, the time of supply of that particular interest, late fee, penalty, etc. will be the date it was paid. അത് എന്നാണോ കളക്ട് ചെയ്തത് അല്ലെങ്കിൽ എന്നാണോ പേ ചെയ്തത്, that is going to be your time of supply. അപ്പോൾ എപ്പോഴാണ് അത് പേ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റിസീവ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്, that was on 11/11/2023. This is going to be your time of supply.
Clear? Alright. Let's move on to the next provision. Next question number 8. With reference to GST law, determine the place of supply. Okay, place of supply almost നമുക്ക് ഇത്തവണ ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആയിരിക്കും. കാരണം സിലബസിലേക്ക് പുതുതായിട്ട് വന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, എല്ലാവരും നന്നായിട്ട് പഠിച്ച് റിവൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പ്ലേസ് ഓഫ് സപ്ലൈയുടെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേസ് സപ്ലൈ കണ്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നമ്പർ ഷെയർ ചെയ്തിരുന്നു, അതിൽ ചോദിക്കുക, ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഫൈൻ. സോ ഫസ്റ്റ് കേസ്, Miss Kanika of Kolkata, West Bengal, visited to Jodhpur Law University, Rajasthan, and paid her college fees for purchasing a demand draft from a bank located in the university campus. Miss Kanika did not have any account with the bank. Okay. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളോട് നമ്മൾ ഇതേ എക്സാമ്പിൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഈ DDയുടെ എക്സാമ്പിൾ തന്നെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ചാർട്ട് ഒന്ന് കാണാം, എന്നിട്ട് ഇത് ആൻസർ ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസുകളുടെ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ചാർട്ട്. ഓക്കെ, ഇത് ആക്ച്വലി സെക്ഷൻ 12 സബ്സെക്ഷൻ 12 IGST ആക്ട് കേട്ടോ. ഓക്കെ, അവരെന്താണ് പറയുന്നത്? ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് അവൈലബിൾ ആണെങ്കിൽ, എവിടെ അവൈലബിൾ ആണെങ്കിൽ? ഇൻ ദ റെക്കോർഡ്സ് ഓഫ് ദ സപ്ലയർ ഓഫ് സർവീസസ്. ഓക്കെ, അവൈലബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഓക്കെ, അതായത് ആ റെക്കോർഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അവൈലബിൾ അല്ലെങ്കിലോ it is going to be the location of supplier. Okay, അപ്പോൾ നമുക്ക് ഈ കേസിൽ അതെങ്ങനെയാണ് വരിക എന്ന് അനലൈസ് ചെയ്യാം. See, ഇവിടെ Kanika of Kolkata visited Jodhpur Law University and paid her college fees by purchasing a demand draft from bank located university campus. അപ്പോൾ ബാങ്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണെങ്കിൽ ബാങ്ക് ഇരിക്കുന്നത് രാജസ്ഥാനിലാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മിസ് കനിക ഡിഡ് നോട്ട് ഹാവ് എനി അക്കൗണ്ട് വിത്ത് ദ ബാങ്ക്. ഓക്കെ, അപ്പൊ അക്കൗണ്ട് ഇല്ല. അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് റീസണബിൾ ടു അസ്യൂം ദാറ്റ് അവിടെ അഡ്രസ് ഇൻഫർമേഷൻ ഇല്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ ദ റെക്കോർഡ്സ് ഓഫ് സപ്ലയർ ഓഫ് സർവീസ്. So what will be the place of supply? Location of supplier, and that location of supplier is Rajasthan. So in case the place of supply is going to be Rajasthan. Going to be Rajasthan. Clear. അടുത്തത്, Mizu Machine Limited, registered in the state of Andhra Pradesh, supplied machinery to K&N Wind Farms, registered in the state of Karnataka. അപ്പോൾ സപ്ലയർ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്, റെസിപ്പിയന്റ് നിൽക്കുന്നത് കർണാടകയിലാണ്. ഓക്കെ, however, this machinery was assembled and installed at the windmill of K&N Farms, which was located in Tamil Nadu. Okay, അപ്പോൾ ഇത് ബേസിക്കലി അസംബ്ലി ആണ് വിഷയം അല്ലെ? വാസ് അസംബിൾഡ്. അസംബിൾഡ് എന്ന് പറയുമ്പോൾ സെക്ഷൻ വരാൻ പോകുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ക്ലോസ് D, 10(1)(d) ഓഫ് സെക്ഷൻ IGST ആക്ട്. എന്താണ് അവിടുത്തെ പ്ലേസ് ഓഫ് സപ്ലൈ? ഇൻ ദി കേസ് ഓഫ് അസംബ്ലി, ഓക്കെ, ഓർ ഇൻസ്റ്റാളേഷൻ, പ്ലേസ് ഓഫ് അസംബ്ലി ഓർ പ്ലേസ് ഓഫ് ഇൻസ്റ്റാളേഷൻ, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണോ അസംബ്ലി നടന്നത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അത് എവിടെയാണ് നടന്നത്? അത് നടന്ന സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് ഗോയിങ് ടു ബി തമിഴ്നാട്. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 9. Happy Constructions Limited, a registered builder under GST in Bangalore, Karnataka, has got permission to build 5 floors from the municipal projects for one of its project at Suraj Nagar. A question start ചെയ്യുമ്പോഴേ നമുക്ക് ഏകദേശം കാര്യങ്ങൾ കത്തണം, ബിക്കോസ് ഈ സിമിലർ കേസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ICAR ടെക്സ്റ്റ് ബുക്കിലും എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിറ്റോ എക്സാമ്പിൾ തന്നെ ക്വസ്റ്റൻ ആട്ടോ. ആദിത്യ കൺസ്ട്രക്ഷൻസ്, എ നെയ്ബറിംഗ് ഹൗസ് പ്രൊജക്ട്, approached Happy Construction Limited to discuss regarding the blockage of sunlight arising out of construction of 5 floors and asked it to build only 3 floors, for which rupees 20 lakh was offered as compensation. Happy Constructions Limited agreed to this offer. It may be noted that Aditya Constructions is not ready to pay any further amount to Happy Constructions in addition to the amount already agreed. Briefly explain with the correct legal provisions whether the above amount received as compensation is liable to GST or not, and if considered as taxable, then calculate the total GST payable by Happy Constructions. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഷെഡ്യൂൾ 2
Okay. Agreeing to the obligation to do an act, to refrain from an act, or to tolerate an act is supply of service എന്ന് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സെപ്പറേറ്റ് സർക്കുലറും ICAR റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സർക്കുലർ നമ്മുടെ മെറ്റീരിയലിലുണ്ട്. പെൻ സ്റ്റഡി മെറ്റീരിയൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സപ്ലൈ എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് കിടപ്പുണ്ട്. ICAR മെറ്റീരിയലും ഈ പറഞ്ഞ സർക്കുലർ ഉണ്ട്. അതിന്റെ കൂടുതൽ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവം? ഇവിടെ ഹാപ്പി കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം, ഓക്കെ, അവർക്ക് 5 നില പണിയാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ 5 നിലയായിട്ട് പണിത് കഴിഞ്ഞാൽ ആദിത്യ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയ്ബറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരും കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിലേക്ക് സൺലൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടാവും. കാരണം സൺലൈറ്റ് പ്രോപ്പർലി കിട്ടത്തില്ല. അപ്പോൾ ഇവരോട് റിക്വസ്റ്റ് ചെയ്യാണ്, സി ഞങ്ങൾ നിങ്ങൾക്ക് 20 lakhs തരാം. ആ 20 lakhs തരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുഡ് യു പ്ലീസ് റെസ്ട്രിക്ട് ദ കൺസ്ട്രക്ഷൻ ടു 3 floors. കണ്ടോ? അപ്പൊ ഇവർക്ക് പെർമിഷൻ ഉള്ള ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 5 നില പണിയുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ 5 നില പണിയുന്ന സമയത്ത് ഇവരുടെ സൺലൈറ്റ് ബുദ്ധിമുട്ട് വരുന്ന കാരണം ആദിത്യ പറയാണ്, കുഡ് യു ഡു സംതിങ്, വിൽ ഗിവ് യു 20 lakhs. ഈ 5 നില പണിയാതെ ഒരു 3 നിലയിട്ട് പണിയാമോ? വിച്ച് മീൻസ് ഇഫ് ഹാപ്പി കൺസ്ട്രക്ഷൻ ഈസ് എഗ്രീയിങ് ടു ദിസ്, they are actually refraining from an act. Okay, and that is actually supply of service. Okay, അതിന് additional conditions ഉണ്ട്. If you look at the answers, okay, നമ്മുടെ സർക്കുലർ പറഞ്ഞിട്ടുണ്ട് ഈ 2 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്. എന്താണ്? there must be a contract. ഒരു വ്യക്തമായിട്ടൊരു കോൺട്രാക്ട് വേണം. അവിടെ ഉണ്ട്, ഇവർ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. 2, കൺസിഡറേഷൻ മസ്റ്റ് ഫ്ലോ ഇൻ റിട്ടേൺ ടു ദിസ് കോൺട്രാക്ട്. കൺസിഡറേഷൻ ഉണ്ടോ? കൺസിഡറേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു സപ്ലൈ ഓഫ് സർവീസ് ആണ്. ഇനി വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അവരതിന് പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വാല്യൂ GST കണ്ടുപിടിക്കാനായിട്ട് ഈ 20 lakh അല്ലാതെ ഒരു പൈസ പോലും എക്സ്ട്രാ കൊടുക്കില്ല. അപ്പൊ എങ്ങനെ വാല്യൂ സപ്ലൈ കാണും? ദിസ് എമൗണ്ട് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻക്ലൂസീവ് ഓഫ് GST. ഓക്കെ, അപ്പൊ എത്രയാണ് GST റേറ്റ്? അവർ 9% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻക്ലൂസീവ് ആയിട്ട് കാണാം. പറയാലോ, ഡിവൈഡഡ് ബൈ 118 into 100 വെച്ച് നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് കാണുന്നത് അങ്ങനെ കാണുമ്പോൾ കിട്ടും. അപ്പോൾ മെയിൻ പ്രൊവിഷൻ GST കമ്പ്യൂട്ട് ചെയ്യുന്നല്ല. മെയിൻ പ്രൊവിഷൻ നിങ്ങൾക്ക് ഈ സെക്ഷൻ അറിയുമോ, ആ കണ്ടീഷൻ അറിയുമോ എന്നുള്ളതാണ് ചോദ്യം. This is actually a supply of service. Yes, this is a supply of service. This person is refraining, this company is refraining from an act, and the value നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കാം, GST. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്രോച്ച് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഞാനത് ക്ലാസ്സിൽ എടുക്കുമ്പോഴും പറഞ്ഞതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. നോട്ട് ചെയ്ത് വെക്കാം. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question 9B. 9B നോക്കാം നമുക്ക്. ഇനി the aggregate turnover of Mankal & Co, a registered person, for the financial year 2022-23 was rupees 8 crores. It approaches you as GST consultant for the issue of e-invoicing. Advise whether it is mandatory to issue e-invoice. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇൻവോയ്സിങ്ങിന്റെ ത്രഷോൾഡ് ലിമിറ്റ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പണ്ട് 10 കോടിയായിരുന്നു, ഇപ്പൊ 5 കോടിയാണ്. നമ്മൾ പ്രൊവിഷണൽ ആൻസറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാരയിലുണ്ട് നിങ്ങളുടെ ഉത്തരം. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ആ അമെന്റ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ അത് 5 കോടിയാണ്, പണ്ടത് 10 കോടിയായിരുന്നു. അപ്പോൾ ഇൻവോയ്സിംഗ് ഹാസ് ബീൻ മെയ്ഡ് മാൻഡേറ്ററി ഫോർ ഓൾ രജിസ്റ്റേർഡ് ബിസിനസ്സസ് എക്സെപ്റ്റ് സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് പേഴ്സൺസ് with an aggregate turnover in any presiding financial year from 2017-18 onwards greater than rupees 5 crore in respect of B2B supplies. Okay, അപ്പോൾ 2017-18 മുതൽ ഏതെങ്കിലും പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ നിങ്ങളുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ, ഏതെങ്കിലും പ്രിസൈഡിംഗ് ഫിനാൻഷ്യൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഈ പറയുന്ന എമൗണ്ട് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, അത് ത്രഷോൾഡ് ലിമിറ്റ് എത്രയാണ്? 5 കോടി രൂപ. ഓക്കെ, എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇൻവോയ്സിംഗ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഒരു വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 8 കോടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അമെന്റ്മെന്റ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ആവും. അമെന്റ്മെന്റ് പഠിച്ചിട്ടില്ലെങ്കിൽ അത് ലിമിറ്റ് 10 കോടിയാണ്. അപ്പൊ അമെന്റ്മെന്റ് പഠിച്ചെന്ന് നമുക്കറിയാം 5 കോടിയാണ് ലിമിറ്റ്. ഓക്കെ, അപ്പൊ ഈ അമെന്റ്മെന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇതേ ചാനലിൽ തന്നെ. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അമെന്റ്മെന്റ്സ് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിന് സെപ്പറേറ്റ് PDF ഉണ്ട്. ആ PDF വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. ഓൾസോ ലിസ്റ്റ് ഔട്ട് ദ എൻറ്റിറ്റീസ് വിച്ച് ആർ എക്സം ഫ്രം മാൻഡേറ്ററി റിക്വയർമെന്റ് ഓഫ് ഇൻവോയ്സിംഗ്. ഇപ്പൊ ഇൻവോയ്സിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം പറയുന്നതാണ്, അതൊരു നല്ലൊരു തിയറി ക്വസ്റ്റൻ ആണ് ചോദിക്കാനായിട്ട് പഠിക്കണം എന്നുള്ളത്. നല്ലൊരു തിയറി ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? ഡയറക്റ്റ് ആൻസർ ആണ്, അവിടെ വേറെ ലോജിക്കൽ ആസ്പെക്ട് ഒന്നുമില്ല, വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സെസ് യൂണിറ്റിന് അപ്ലിക്കബിൾ അല്ല, ഇൻഷുറർ ബാങ്കിങ് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല,
GTAക്ക് applicable അല്ല, പാസഞ്ചർ ട്രാൻസ്പോർട്ട് സർവീസിന് applicable അല്ല, person supplying service by way of admission to exhibition of cinematograph films applicable അല്ല, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ അതോറിറ്റി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫൈൻ. നൗ 10th question. Ramlala Enterprises, registered in Delhi, is engaged in supply of interior decoration services to Andhra Bhavan located in Delhi. Service contract is entered into with Government of Andhra Pradesh, registered only in Andhra Pradesh. The total contract value inclusive of GST is 15,50,000 and payment for the same is due in October 2023. You are required to determine the amount of tax, if any, to be deducted. അപ്പോൾ വിഷയം TDS ആണ്. അപ്പോൾ TDS TCS നമ്മുടെ റിവൈസ് സിലബസിലേക്ക് ആഡ് ആയിട്ട് വന്നിട്ടുള്ള പുതിയൊരു ചാപ്റ്റർ ആണ് TDS TCS. സെക്ഷൻ 51 52. TDS എന്ന് പറയുമ്പോൾ സെക്ഷൻ 51 ആണ് വിഷയം. ഓക്കെ, ഫൈൻ. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് യൂഷ്വലി എപ്പോഴും TDS ആപ്ലിക്കബിൾ ആവാം. അതിന് നമ്മളൊരു ക്ലാസ്സിൽ ഒരു ചാർട്ട് അനലൈസ് ചെയ്തിരുന്നു. ഞാൻ ആ ചാർട്ട് ഒന്ന് ബ്രീഫ്ലി പെട്ടെന്ന് കാണിക്കാം. അപ്പൊ ഇതാണ് സെക്ഷൻ 51 TDSന്റെ ഒരു ബേസിക് ഇൻട്രോ തരുന്ന ചാർട്ട്. ഓക്കെ, അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, ഓക്കെ, അത് ടാക്സബിൾ ആവാം, എക്സംപ്റ്റഡ് ആവാം. എക്സംപ്റ്റഡ് ആണെങ്കിൽ ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് TDS. TDS എന്താണ് എന്ന വിഷയം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്, അതൊരു ഇൻഡെപ്ത് ഡിസ്കഷൻ ആണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനിവിടെ നമുക്ക് വേണ്ട പ്രൊഫഷനിലേക്ക് പെട്ടെന്ന് വരികയാണ്. എക്സംപ്റ്റ് ആണെങ്കിൽ TDSന്റെ ആവശ്യമില്ല. ടാക്സബിൾ ആയിരിക്കണം. ടാക്സബിൾ ആവുമ്പോൾ തന്നെ സ്പെസിഫൈഡ് റെസിപ്പിയന്റ് ആണെങ്കിലേ TDS അപ്ലിക്കബിൾ ആവും. ആ സ്പെസിഫൈഡ് റെസിപ്പിയൻസ് ആരാന്നുള്ളതും ബൈ ഹാർട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഗവൺമെന്റ് എൻറ്റിറ്റീസ് ആണ് അല്ലേ. ഓക്കെ, ശരി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ TDS അപ്ലിക്കബിൾ അല്ല. ഇനി സ്പെസിഫൈഡ് റെസിപ്പിയന്റ് ആയിരിക്കുമ്പോൾ തന്നെ വാല്യൂ അണ്ടർ എ കോൺട്രാക്ട് എക്സ്ക്ലൂഡിങ് GST കേട്ടോ, GST കൂടാതെയുള്ള വാല്യൂ 2,50,000 എക്സീഡ് ചെയ്യുന്നില്ലെങ്കിലും അപ്പോഴും TDS വേണ്ട. 2,50,000 എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2% TDS അപ്ലിക്കബിൾ ആണ്. എപ്പോഴാണ് TDS പിടിക്കേണ്ടത്? പേയ്മെന്റ് സമയത്താണ് പിടിക്കേണ്ടത്. ഇത് എപ്പോഴാണ് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടത്? അടുത്ത മാസം 10-ാം തീയതിയാണ് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടത്, along with GSTR 7. ഓക്കെ, സോറി. അപ്പൊ ഇതാണ് TDSന്റെ ഒരു ബേസിക് പ്രൊവിഷൻ. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ രാംലാല എന്റർപ്രൈസ് എന്ന് പറയുന്ന സ്ഥാപനം അവര് സർവീസ് കൊടുക്കുന്നത് ആന്ധ്ര ഭവനാണ് സർവീസ് കൊടുക്കുന്നത്. ഓക്കെ, ലൊക്കേറ്റഡ് ഇൻ ഡൽഹി. And it is entered into with the government of Andhra Pradesh, which means അതൊരു സ്പെസിഫൈഡ് റെസിപ്പിയന്റ് ആണ്. വാല്യൂ 15.5 lakhs ആണ്, അതായത് ഇൻക്ലൂഡിങ് GST. അപ്പൊ GST മാറ്റി കഴിഞ്ഞാലും എങ്ങനെ പോയത് 2.5 lakhs മേലെ നിൽക്കും. ഇൻക്ലൂസീവ് GST, യെസ്, 2.5 lakhs മേലെ നിൽക്കും. അപ്പൊ എങ്ങനെ പോയാലും TDS അപ്ലിക്കബിൾ ആണ് എന്നാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റാൻഡ്. എന്നാൽ ഇവിടെ ആക്ച്വലി നമ്മളൊരു കാര്യം അനലൈസ് ചെയ്യേണ്ടത്, നമ്മുടെ 51 സബ്സെക്ഷൻ 1ന്റെ ഒരു പ്രൊവിസോ ഒരു കാര്യം പറയുന്നുണ്ട്. ലൊക്കേഷൻ ഓഫ് സപ്ലയറും, ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം, നിങ്ങളോടും പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും സ്റ്റേറ്റ് 1ലും ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് സ്റ്റേറ്റ് 2ലുമാണെന്നുണ്ടെങ്കിൽ അവിടെ TDS അപ്ലിക്കബിൾ അല്ല. കാരണം സപ്ലയറും പ്ലേസ് സപ്ലൈയും സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ ഇത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ആ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്ക് CGST പ്ലസ് SGST ആയിരിക്കും TDS പിടിക്കേണ്ടത്. പക്ഷേ ഈ സ്റ്റേറ്റ് 2ലാണ് റെസിപ്പിയന്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ റെസിപ്പിയന്റിന് ഈ SGST പിടിക്കാൻ പറ്റില്ല, C+S പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ TDS അപ്ലിക്കബിൾ അല്ല എന്നുള്ളത്. സോ ദാറ്റ് വി ഹാവ് ടു ചെക്ക് ഓവർ ഹിയർ. ഇവിടെ ഇവർ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ ഡെക്കറേഷൻ സർവീസ് റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. അപ്പൊ സർവീസ് റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇഫ് സർവീസ് ഇസ് റിലേറ്റഡ് ടു an immobile property, what will be the place of supply? The place of supply will be location of immobile property. അപ്പൊ ലൊക്കേഷൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണ്? അവർ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഡൽഹിയാണ്. സോ ഇൻ ദിസ് കേസ് ദി പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് ഗോയിങ് ടു ബി ഡൽഹി. സപ്ലയർ എവിടെയാണ്? സപ്ലയർ നമ്മുടെ രാംലാല എന്റർപ്രൈസ് അല്ലേ, അവരും ഡൽഹിയിലാണ്. ദാറ്റ്സ് ഓൾസോ ഗോയിങ് ടു ബി ഡൽഹി. പക്ഷേ യു ക്യാൻ സീ ദാറ്റ് ദ കോൺട്രാക്ട് ഈസ് എൻറ്റേർഡ് ഇൻടു with the government of Andhra Pradesh, which means they are registered in Andhra Pradesh. അപ്പോൾ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് എവിടെയാണ്? അവർ ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ സപ്ലയർ ഇസ് ഇൻ ഡൽഹി, പ്ലേസ് ഓഫ് പ്ലേസ് ഇൻ ഡൽഹി, റെസിപ്പിയന്റ് ഈസ് ഇൻ ആന്ധ്രാപ്രദേശ്. ഇൻ ദിസ് കേസ് ദർ വിൽ ബി നോ TDS. ഇതൊരു നല്ലൊരു ചോദ്യമാണ്.
CA ഫൈനലൊക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ള ടെസ്റ്റ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. നല്ലൊരു ചോദ്യമാണ്. അനലൈസ് ചെയ്യാം കേട്ടോ. സോ ഇൻ ദിസ് കേസ് there is no TDS. നിങ്ങൾക്ക് ഇതിന് RTPയുടെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ച് പഠിക്കാൻ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ TDSന്റെ പ്രൊവിഷൻ വരുന്നുണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈയുടെ പ്രൊവിഷൻ വരുന്നുണ്ട്, സെക്ഷൻ 12 സബ്സെക്ഷൻ 3 ഓഫ് IGST ആക്ട്. ഓക്കെ, കമ്പൈൻഡ് അനാലിസിസ് ആണ്. ആൻഡ് TDS അപ്ലിക്കബിൾ അല്ലാതെ വരുന്ന പ്രൊവിഷൻ 51 സബ്സെക്ഷൻ 1ന്റെ പ്രൊവിസോയും, ഇത്തരം കാര്യങ്ങൾ ഇവിടെ അപ്ലിക്കബിൾ ആണ്. Alright, fine. ഇനി ലാസ്റ്റ് ചോദ്യം കൂടി ഉണ്ട്. Will your answer be different if Ramlala Enterprise registered under composition scheme? എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. കോമ്പോസിഷൻ സ്കീം അപ്ലിക്കബിൾ ആയിട്ടുള്ള, അതായത് കോമ്പോസിഷൻ സ്കീം ലെവി ചെയ്തിട്ടുള്ള ആൾക്കും TDS അപ്ലിക്കബിൾ ആണ്. നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞുള്ള കാര്യമാണ്. TDS അപ്ലിക്കബിൾ ആണ്. ഓക്കെ, പിന്നെ ഈ കേസ് TDS അപ്ലിക്കബിൾ അല്ല, പിന്നെ മൊത്തത്തിൽ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഫൈൻ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Examine the implication of GST on supply of food and beverages at cinema halls. Okay, അപ്പോൾ ഇതൊരു ഞാൻ അമെൻമെന്റ് സെഷനിൽ സംസാരിച്ചിട്ടുള്ള ഒരു പുതിയ സർക്കുലർ ആണ്. ഫെയർലി ഈസിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ, അതായത് ഞാൻ ഇതിനു മുമ്പ് അമെൻമെന്റുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിൽ ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്, അത് നോക്കിയാൽ മതി. അല്ല ഒന്ന് ബ്രീഫായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഫുഡ് ആൻഡ് ബെവറേജ് ഒക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അത് കൺസ്യൂം ചെയ്യുന്ന വ്യക്തിയുടെ ഓപ്ഷനാണ് അത് വേണോ വേണ്ടതെന്നുള്ളത്, അല്ലെ? അപ്പോൾ അയാളുടെ താല്പര്യമാണത് വേണോ വേണ്ടെന്നുള്ള അയാളുടെ താല്പര്യമാണെന്നുണ്ടെങ്കിൽ സിനിമ ടിക്കറ്റിന് ചാർജ് ചെയ്യുന്ന GST റേറ്റ് അല്ല ഫുഡ് ആൻഡ് ബെവറേജിന് ചാർജ് ചെയ്യേണ്ടത്, ബിക്കോസ് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സപ്ലൈ. ഇനി അല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതൊരു കോമ്പോസിറ്റ് സപ്ലൈ ട്രീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ ഫുഡ് ആൻഡ് ബെവറേജിന്റെ വാല്യൂ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ then it became a composite supply. And the principal supply will be the GST rate for, the principal supply will be the movie ticket. ആ മൂവി എന്ന് പറയുന്ന ആ മൂവി കാണുക, അതായിരിക്കും അവിടുത്തെ പ്രിൻസിപ്പൽ സപ്ലൈ. അപ്പൊ GST റേറ്റ് അതിൻ്റെ ആയിരിക്കും, പ്രിൻസിപ്പൽ സപ്ലൈയുടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ഓൾറെഡി നിങ്ങളുടെ RTPയിൽ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്നും കൂടെ പോയി കണ്ടു നോക്കാം, അല്ലെങ്കിൽ ഇതിന്റെ RTPയുടെ പ്രൊവിഷൻ വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ക്ലിയർ ആവും. സോ വിത്ത് ദാറ്റ് we are done with the analysis for RTP. Okay, fine. So I hope this session was helpful for you. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RTPയിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഒന്ന് അനലൈസ് ചെയ്യുക, അതിനെപ്പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. അതിവിടെ സാധ്യമായി എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ, നമുക്ക് നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കം കാണിച്ച നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം, നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനിയൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകളെ പറ്റിയൊക്കെ നമുക്കിനി അടുത്ത നവംബർ അറ്റംപ്റ്റിലേക്കൊക്കെ ക്രാഷും അതുപോലെ തന്നെ റെഗുലർ ബാച്ച് അതൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ CA ഫൈനൽ ഇന്റർ ക്ലാസ്സുകൾ എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി വാട്സാപ്പ് ചെയ്യും. ഓൾറൈറ്റ്, ഫൈൻ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാമിനേഷൻ. See you.